ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത്. ഞങ്ങൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ കൊച്ചി ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ ഊബർ വഴിയായിരുന്നു കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ലോഞ്ചിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ലോഞ്ചിൽ കയറിയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് മോൾക്കും നല്ലോണം ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം 1 മണിക്കൂറുണ്ട് നമ്മൾ കൊച്ചിയിലത്തെ മുംബൈയിൽ നിന്ന് നമ്മൾ പോകാനുള്ള സ്ഥലത്തേക്ക് 4 മണിക്കൂറുണ്ടായിരുന്നു കേട്ടോ. ഇശിൽ ദോശമൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. അവിടുത്തെ നല്ലൊരു അടിപൊളി പായസം, സേമിയ പായസമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ബോർഡിങ് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരു റോ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സുഖമായി നമുക്ക് ഇരിക്കാനും ഒക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു. മോളായിട്ട് ഇങ്ങനെ തിക്കിയിരിക്കണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആയ കാരണം ഒരു റോ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇശലിന് ഉറങ്ങാനായാലും ഒക്കെ നല്ല സുഖമായിരുന്നു. അങ്ങനെ ഇശൽ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇശലിന് ചെറുതായിട്ട് വിശന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കോഫിയും ഒരു നട്ട്സ് ബോക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മിക്കടയിൽ നിന്ന് കോഫി കുടിച്ചപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടോ. 1 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയ കാരണം നമ്മൾ വേഗം തന്നെ മുംബൈയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അത്യാവശ്യം നടക്കാനുണ്ട്. അത്യാവശ്യം വലിയ എയർപോർട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു സ്ട്രോളറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇശല അതിൽ വെച്ചിട്ട് നമുക്ക് എമിഗ്രേഷൻ വരെ നമുക്ക് സ്ട്രോളർ ഉപയോഗിക്കാം കേട്ടോ. എമിഗ്രേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത വലിയൊരു ക്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ക്യൂ ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അങ്ങനെ ഇനി ഞങ്ങൾ പോണത് ലോഞ്ചിലേക്കാണ് കേട്ടോ. അങ്ങനെ വലിയൊരു ലോഞ്ചായിരുന്നു മുംബൈത്തെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇശലിന് കുറച്ച് സ്വീറ്റ് കോണും അതൊക്കെ കൊടുത്തപ്പോൾ ഇശൽ വല്ലാണ്ട് തിന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പ്ലെയിൻ റൈസും പരിപ്പ് കറിയൊക്കെ കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം നമ്മൾ 2-3 മണിക്കൂർ ലോഞ്ചിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 1.5 മണിക്കൂർ നമുക്ക് വിശലിന് ചെറുതായിട്ട് ലോഞ്ച് മടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ അവൾ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അവൾക്ക് ഉറങ്ങാനും തോന്നില്ല. അപ്പോഴേക്കും ബോർഡിങ്ങിൻ്റെ സമയമായി. നമ്മൾ ബസ്സിലൊക്കെ കയറി നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന 2 സാൻഡ്വിച്ചും 2 കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇശൽ നല്ല സൈഡായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാൻഡ്വിച്ച് തിന്നാനുള്ള വയറില്ലാത്ത കാരണം സാൻഡ്വിച്ച് നമ്മൾ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഫിയൊക്കെ കുടിച്ച് 2-3 മണിക്കൂർ നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. ഉറക്കമൊക്കെ ഉറങ്ങി വിൻഡോ ഒക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ലാൻഡിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങോട്ടാണ് വന്നേക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.